നീ സ്ത്രീ ജുമയെ സംബന്ധിച്ച് എന്താ പറയുന്നത്? ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ് സത്യം. എങ്ങനെയുണ്ട്? ലോകത്ത് എവിടെയും പെണ്ണുങ്ങൾ പള്ളിയിൽ പോണില്ല, ഞങ്ങളെ വാദാണ്. പണ്ട് പറയായിരുന്നു ഇയാൾ മാത്രം ഗൾഫിൽ പോയാൽ. ഇപ്പൊ ലോകത്തിന്റെ നാനാഭാഗത്തും മുസ്ലിമീങ്ങളുണ്ട്, അവിടേക്ക് എല്ലാവർക്കും അറിയാം പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്. അവരൊക്കെ മുജാഹിദ് ജമാഅത്ത് അതിനോട് സമ്മതിക്കൂല. അറാദ് പള്ളിയിൽ പോയി മുത്തുമാടത്തി അവിടെ പെണ്ണുങ്ങൾ പങ്കെടുത്തു. അതിനെ സംബന്ധിച്ച് ഇയാൾ ഉപ്പും ചോറും കൊടുത്ത് വളർത്തിയ അസൽ സഖാഫി പൂക്കോട്ടൂർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളി. എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. പുതിയ വിഷയത്തിലേക്ക് ആദ്യം വരാം. ബഹ്റൈനിലെ ജുമ എന്താ വിഷയം? ബഹ്റൈനിലെ അറാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാം, അന്വേഷിക്കാം, പഠിക്കാം. കണ്ടവർ മുഴുവനും പറയുന്നത് ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് സ്ത്രീകൾ വരാറുണ്ട്. എല്ലാ ജുമക്കും സ്ത്രീകൾ വരാറുണ്ട്. അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട്. ആ റൂമിന്റെ ഒരു ഭാഗത്ത് സത്തുഹുൻ നിസാ എന്ന് പറയുന്ന ബോർഡ് കാണാം. അതിലേക്കുള്ള എൻട്രൻസ് വഴിയിൽ കാണാം മദ്ഖലുൻ നിസാ എന്നുള്ള ബോർഡ് കാണാം. അവിടെ സ്ത്രീകൾ ഉളൂ ചെയ്യുന്ന ഭാഗത്ത് മഹല്ലുൻ നിസാ എന്ന് പറഞ്ഞ് ഉളൂ ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം. ഈ ഒരു പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോ AP അബൂബക്കർ മൗലവി എന്ന് പറയുന്ന ആള് പെണ്ണുങ്ങളെ കണ്ടില്ല മൂപ്പര പരാതി. ഇത് സിറാജ് പത്രം. അദ്ദേഹം പറഞ്ഞത് മാത്രം വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട നാട്ടിലെ ഉസ്താദിന് അല്ലാഹു മർക്കദ. ഉസ്താദ് പറയാറുണ്ട് കളവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും മക്കളെ, സത്യം മാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല. വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല. അതേ സമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായികൾക്ക് ആല വഷളാകും. അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. കാരണം എന്താ? ഖത്തീബ് ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല. സ്വാഭാവികമാണല്ലോ. ഇദ്ദേഹം ഉളൂ ചെയ്ത് കാറിൽ കയറി നേരെ മിഹ്റാബിന് സമീപം വന്നിട്ട് അവിടെ വണ്ടി ഇറങ്ങി മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ചു. സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവില്ല. അയാളെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. അയാൾക്കത് പറഞ്ഞാൽ മതിയായിരുന്നു. അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം. ഹഡിങ് എന്താ? ബഹ്റൈൻ ജുമ കുപ്പചരണത്തിന് പിന്നിൽ സുന്നി വിരുദ്ധ ഗൂഢാലോചന. സുന്നി വിരുദ്ധ ഗൂഢാലോചന. പെണ്ണുങ്ങൾക്ക് ഖുതുബ കൊടുത്തിട്ട് പിന്നെ സുന്നി വിരുദ്ധ ഗൂഢാലോചന എന്നാ കേട്ടോ. മനാമ ബഹ്റൈനിൽ ഞാൻ പങ്കെടുത്ത ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിന് പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ അറിയിച്ചു. കേട്ടോ. ബഹ്റൈനിലെ അറാദ് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമക്ക് പള്ളിയിൽ ഒരൊറ്റ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ എന്ത് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ഇയാള് പള്ളിയിൽ ചെന്നോണ്ട് ആകെ നടന്നു, ഇവിടെ വല്ല പെണ്ണുങ്ങളുണ്ടോ നോക്കി നടന്നു എന്നാ. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഖുതുബ ഖത്തീബ് എന്നാലും നിങ്ങൾ ഖുതുബ ഓതിയാ പോരെ, പിന്നെ പെണ്ണുങ്ങളുടെ നോക്കിയെടുക്കണം. അതല്ലേ ഈ പറഞ്ഞത്? നിങ്ങൾ അതിന്റെ ബാക്കി വായിച്ചു നോക്ക്. എന്നിട്ട് പറയുന്നു ജമിയത്തുൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്റൈനിലെത്തിയത്. ജുമാ നിസ്കാരം നേതൃത്വം നൽകിയ ഈ പള്ളിയുടെ രണ്ടു നിലയിലും പുരുഷന്മാർ മാത്രമാണ്. പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ല് വെച്ച നുണയാണ്. അയാളെ ശരിയാണത്. വല്ലാഹി പറയാൻ പറ്റരുത്, വല്ലാഹി പറയും. അല്ലെങ്കിൽ സുമ്മ വല്ലാഹി കൂട്ടിക്കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ കല്ല് വെച്ച നോണാന്ന് പറയും. ഇതാ ഞാൻ പറഞ്ഞ കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോണാന്നുള്ളത്. എന്താ ഈ പറഞ്ഞർത്ഥം? സ്ഥിരമായി എവിടെ ജമാഅത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് അവിടുത്തെക്കാർക്ക് പരിചയമുണ്ട്. എല്ലാ ജുമക്കും വരാറുണ്ട്. ഇനി ഇയാൾ പറഞ്ഞ സത്യമാണ് എന്ന് സങ്കല്പിക്കാം. എങ്ങനെ? ഇയാൾ വന്ന അന്ന് ഒരൊറ്റ പെണ്ണുങ്ങളും വന്നിട്ടില്ല എന്നാ ഈ മനുഷ്യന്മാർ ഇപ്പൊ എന്താ ധരിക്കുക? സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഇയാളെ പേടിയാണല്ലേ. എന്നാലും അല്ലേ സംഭവിക്കുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ വരും, എല്ലാ വക്കത്തിലും പെണ്ണുങ്ങൾ വരും. ഇന്ന് ഇയാളെ ഖുതുബക്ക് എന്നാന്ന് പോകാൻ പറ്റൂല കേട്ടോ എന്ന് മറ്റേ ആളാണ്. ഇതല്ലേ പറഞ്ഞതിനർത്ഥം? അപ്പോ ശിഷ്യൻ തന്നെ പറഞ്ഞല്ലോ ഉസ്താദിന്റെ സ്വഭാവം. അസൽ സഖാഫി പൂക്കോട്ടൂര്. ഞങ്ങൾ പറയണ്ട, ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളുള്ളൂ. ശിഷ്യൻ തന്നെ പറയാണ് ഉസ്താദിന്റെ സ്വഭാവം എന്നതാണ്. അപ്പോ യാതൊരു ഉടുപ്പില്ല. ഖൗമിനെ സംബന്ധിച്ച് അത്ര ധാരണയാണ്. ഖൗമിനോട് പട്ടാ പകല് ഇതാ ഇപ്പോ
വളരെ രാത്രി കൂരിട്ടാണ് അർദ്ധരാത്രിയാണ് പറഞ്ഞ കൗമ് വിശ്വസിക്കുക. അങ്ങനെ മിണുങ്ങി നടക്കണ കുറച്ച് യാക്കവും ഇയാളെ കൂടേണ്ടതിലുള്ള അയാളെ വിശ്വാസമാണ്. അറാദ് പള്ളിയിൽ മാത്രമല്ല, അബുദാബിയിൽ വന്നിട്ട് ഇതേ പണി ഇയാൾ എടുത്തു. കാരണം പൈസ കണ്ടാൽ മൂപ്പര് ആദർശം മറക്കും. അത് മൂപ്പരെ സ്വഭാവ. അവിടെ ചെന്ന ഉമർ മൗലിനെയും കെട്ടിപ്പിടിക്കും, ഇബ്നു ഹസനെയും കെട്ടിപ്പിടിക്കും, ആരെയും കെട്ടിപ്പിടിക്കും. അതൊന്നും മൂപ്പർക്ക് പൈസയാണ് പ്രശ്നം. നിങ്ങൾ ആ നാട്ടുകാരെ ചോറ് നിന്ന് ഓതുകയും ഓടിക്കുകയും ചെയ്യുന്ന കിതാബിലുള്ള എന്താ? സ്ത്രീകള്, കുട്ടികള്, യാത്രക്കാര്, രോഗികള്, അടിമകൾ, ഈ 5 വിഭാഗത്തിലും ജുമുഅ നിർബന്ധമില്ല. പക്ഷെ അവർ ജുമുഅക്ക് വന്നാൽ സഹീഹാകും. എന്നിട്ട് നിങ്ങളോ സ്ത്രീകളെ, കുട്ടികളെയും യാത്രക്കാരെയും രോഗികളെയും കൂട്ടത്തിലല്ല, ഭ്രാന്തന്മാരെ കൂട്ടത്തിലാണ് ഇയാൾ എണ്ണീക്കണ്. മുസ്ലിയാക്കന്മാരെ പെണ്ണുങ്ങളെ ചിലപ്പോൾ ഭ്രാന്തന്മാരെ കൂട്ടത്തിലെണ്ണ, ഇവരെ കൂടെയല്ല ജീവിക്കണേ. പക്ഷെ സാധാരണക്കാരായ സുന്നികളുടെ ഭാര്യമാരെ അങ്ങനെ എണ്ണാൻ പറ്റുമോ? എന്നിട്ട് അതിന് ചോദ്യം ചെയ്തു, ഷറഹുൽ മുഅത്തബിന്റെ പേരിൽ നിങ്ങൾ പെണ്ണുങ്ങളെ ഭ്രാന്തന്മാരെ കൂട്ടത്തിൽ കൂട്ടിയാലോ? അപ്പൊ ഏതോ ഒരു ഷറഹുൽ മുഅത്തബിൽ തെറ്റി അടിച്ചു വെച്ചു. 3 കഴിഞ്ഞിട്ട് 4 അപ്പൊ 5ാം വിഭാഗം എന്താണ്? ഭ്രാന്തന്മാരാ. അവരെ പെണ്ണുങ്ങളൊപ്പം കൂട്ടി. പെണ്ണുങ്ങൾ ഭ്രാന്തന്മാരെ പോലെയാണ്. പള്ളിക്ക് നിസ്കരിക്കാൻ വന്നാൽ പിടിച്ചു പുറത്താക്കണം. ഭ്രാന്തന്മാർ വന്നാൽ അങ്ങനെയാണല്ലോ. അന്ന് അങ്ങനെയാണോ? രോഗി വന്നാൽ, യാത്രക്കാരൻ വന്നാൽ, അടിമ വന്നാൽ, ചെറിയ കുട്ടി വന്നാൽ എന്താ അതിന്റെ ഹുക്മ്? നിങ്ങൾ പിടിച്ച് പുറത്താക്കുവോ? പുറത്താക്കല. അതുപോലെ തന്നെയാ പെണ്ണുങ്ങൾ. എന്തിനാണോ ഇതൊക്കെ പറയുന്നത്? നിങ്ങളെ തലക്കും പുറത്തിരിക്കണ ശറഉ മുഹദ്ദബിൽ എന്താ പറഞ്ഞത്? എഴുതി വെച്ചോ. ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു വൽ ഇജ്മാഅ അലാ അന്ന അൽ മർഅത ലൗ ഹദറത് വസല്ലത്തിൽ ജുമുഅത ജാസ. പെണ്ണുങ്ങൾ ജുമുഅക്ക് വന്നിട്ട് ജുമുഅ നമസ്കരിച്ചാൽ അത് ജായിസാണെന്ന കാര്യത്തിൽ ഇബ്നുൽ മുൻദിറും മറ്റു പല പണ്ഡിതന്മാരും ഇജ്മാ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട അഭിപ്രായമല്ല, പണ്ഡിതന്മാരുടെ ഏകോപിച്ച തീരുമാനമാണത്. പെണ്ണുങ്ങൾ ജുമുഅക്ക് വന്നാൽ ജായിസാണ്. എന്താണ് ആ ഇജ്മാഇന്റെ അവലംബം? അടുത്ത വാചകം, ഫഖദ് സബതത്തിൽ ഹദീസ് സ്വഹീഹത്തുൽ മുസ്തഫീല അലാ അന്ന നിസാഅ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദിഹി ഖൽഫ റിജാൽ. ആണുങ്ങളെ പിന്നിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയുടെ പള്ളിയിൽ പെണ്ണുങ്ങൾ നമസ്കരിച്ചിരുന്നു എന്ന് സഹീഹായ പ്രസിദ്ധമായ നിരവധി അനവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ഇമാം നബവി എന്ന ഹുജ. എന്ന് മാത്രല്ല, പെണ്ണുങ്ങള് വെള്ളിയാഴ്ച ദിവസം ളുഹർ നീട്ടി വെക്കണം എന്നാണ്. ജുമുഅ പിരിയുന്നതിനെ നമസ്കരിക്കരുത്. ആരാ പറഞ്ഞത്? ഇമാം ഷാഫി. എന്തിനാണോ ഇമാം ഷാഫിയോട് പറഞ്ഞത്? വായിക്ക്, ഇബാറത്ത് വായിക്കണമെന്ന്. തല്ലുമ്മൽ ഇബാറത്ത്. لأنه يقدر على إتيان الجمعة فيكون إتيانها خيرا له. പെണ്ണുങ്ങൾ, കുട്ടികൾ, രോഗികൾ, യാത്രക്കാര് അവരൊക്കെ ജുമുഅ പിരിയുന്നത് വരെ ളുഹർ നിസ്കരിക്കരുത്. കാരണം എന്താ? അവർക്ക് ജുമുഅക്ക് പോകാൻ സാധിച്ചേക്കാം. അങ്ങനെ പെണ്ണുങ്ങൾക്ക് ജുമുഅക്ക് പോകാൻ സാധിച്ചാൽ അതാണ് ഖൈറ്. ഖൈറ് എന്നാണ് ഏറ്റവും നല്ലത്. ആണായ ഫർള് നല്ലേ കുബൂരി പറയേണ്ടത്. ആണിന് ഖൈറുള്ളൂ, ആണിന് ഉജൂബല്ലേ. അപ്പൊ അതൊന്നും നോക്കൂല. തൽക്കാലം രക്ഷപ്പെടാൻ വിചാരിച്ചതാ. വിട്ടില്ല ഞങ്ങള്. വേണ്ട. നബവി എന്ന ഹോജ എന്താ പറഞ്ഞത്? വഇന്നമാ സഖതത അനിൽ മഅദൂദിന തഖഫീഫൻ ലഹു വഇൻ തകല്ലഫഹാ ഫഖദ് അഹ്സന. നിർബന്ധമില്ലാത്ത ആളുകൾക്ക്, ഉദ്റുള്ള ആളുകൾക്ക് ജുമുഅയുടെ നിർബന്ധത്തിൽ നിന്ന് ഇളവ് കൊടുത്തത് അവർക്ക് ലഘൂകരണം എന്ന നിലക്കാണ്. ശരീഅത്ത് അവരെ പ്രയാസപ്പെടുത്തണ്ട എന്ന നിലക്കാണ്. ഇനി അവർ പ്രയാസം സഹിച്ചുകൊണ്ട് ജുമുഅക്ക് വന്നാൽ അതാണ് ഏറ്റവും ഉത്തമം. ഞങ്ങളെ നേരെ ഓതിക്കൊടുക്കടോ ഇമാം ഷാഫിക്ക്, ഓതിക്കൊടുക്കടോ ഇമാം നബവിക്ക്. ഖൈർ, വീട് ഖൈറാണെന്ന് പറഞ്ഞാൽ പള്ളി ശർറാണെന്ന് കിട്ടിയില്ലേ? അങ്ങനെ ഓപ്പോസിറ്റ് പറഞ്ഞ് ശീലിച്ചോ? ഇവിടെ ഓപ്പോസിറ്റ് പിടിച്ചോ. പെണ്ണുങ്ങൾ ജുമുഅക്ക് വരലാണ് ഖൈർ, വരാതിരിക്കൽ ശർറ്. മനസ്സിച്ചോ? പ്രയാസപ്പെട്ട് പെണ്ണുങ്ങൾ വരൽ ഏറ്റവും ഉത്തമം, അഹ്സൻ. അതിന്റെ ഓപ്പോസിറ്റ് ഏറ്റവും മോശമാണ് വരാതിരിക്കല്. ആരാ പറഞ്ഞത്? നിങ്ങളെ ശാസ്ത്രികൾ. വായിക്കണം. ഇവിടെ വന്നിട്ട് സഖരിയ വായിച്ചതുണ്ടോ പറയണം. നിങ്ങളെ തലക്കുമ്പത്തിരിക്കുന്ന കിതാബ് ഞങ്ങൾ ധരിക്കണേ. നിങ്ങൾ ആത്തർച്ച് കലക്കണ ഇബാറത്തുകൾ. അതൊക്കെ എത്ര സ്റ്റേജിൽ ഞങ്ങൾ വായിച്ചു. എന്താ നിങ്ങൾ ഇല്ലാത്തത്? നവീകരണത്തിന് ആക്ഷേപം പറഞ്ഞാണ് നടക്കല്ല. നിങ്ങൾ മൈക്കിയും കെട്ടിയിട്ട് ശബ്ദമലിനീകരണം. എന്താ നിനക്ക് മറുപടി അറിയാത്തങ്ങള്? മറുപടി പറയണം. നിങ്ങൾ അങ്ങനെ വിടൂല. ഞങ്ങള് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് തുടങ്ങി വെച്ചറിയാൻ പറയാം. നിങ്ങളൊന്ന് വരും. ഇനി സുഹൃത്തുക്കളെ, ഇതൊക്കെ പറഞ്ഞിട്ട് പള്ളി ഉദ്ഘാടനത്തിന് പെണ്ണുങ്ങൾക്ക് പള്ളി തുറന്നു കൊടുക്കുകയാണ്. അന്ന് ഹറാം ഹലാലാണ്. അന്ന് പരപുരുഷനും ഇല്ല, ദർശനവും ഇല്ല, സ്പർശനവും ഇല്ല, ഒന്നുമില്ല. അന്ന് കാണിച്ചു കൊടുക്കണം നടുവണ്ണൂരെ പള്ളി ഉദ്ഘാടനം. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على الرحيم فيقضى الله
أحد إلا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد كما صليت على إبراهيم اللهم صل إلى هارنا وصل إجلالنا يا رب العالمين ربنا آمين ഉദ്ഘാടനത്തിന്റെ നല്ല കവർ കൊടുത്തേക്കും മദർസയിൽ. എന്താ അമ്മായിക്കും കൊടുക്കണം, താത്താക്കും കൊടുക്കണം, വല്യമാക്കും കൊടുക്കണം, എല്ലാവരും വരണം. എന്നിട്ട് ആരാ പിരിവിനിരിക്കണത്? പരപുരുഷൻ. കണ്ടോ? അവിടെ ഒന്നും പ്രശ്നമില്ല. ആ പരപുരുഷനൊന്നും നമുക്ക് മുജാഹിദീങ്ങളെ പള്ളിയിൽ വേറെ റൂമിൽ വേറെ വൈക്ക് വന്നിട്ട് ജുമ നിസ്കരിച്ചു പോയാൽ ഫിത്തനയോട് ഫിത്തന. കണ്ടോ? ഉദ്ഘാടന ദിവസം ഹറാം ഹലാലായി. ചിലതൊന്നും ഇസ്ലാമിക വേഷം തന്നെയല്ല. ഞങ്ങൾ ഇസ്ലാമിക വേഷം ധരിക്കാത്തൊരു പെണ്ണ് പള്ളിയിൽ വരേണ്ടതില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അവരൊന്നും പള്ളി കയറുന്നതാണ്. ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് മാത്രമാണ് വരേണ്ടത്. ഇബ്നു ബാസും അൽബാനിയും ഒക്കെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇപ്പൊ ഈടെ മരിച്ചുപോയ അബ്ദുല്ലാഹ് ഇബ്നു ബാസ് അയാളുടെ ഭർത്താവുണ്ട് 12 ആ ഭർത്താവയിൽ പെണ്ണുങ്ങളെ ജമാഅത്തിനും പോകുന്നത് വളരെ കർശനമായി എതിർക്കുന്നു. മാത്രമല്ല അയാൾക്ക് അത് സ്വന്തമായി സ്വന്തം ഒരു ലേഖനം എഴുതിയത് പിന്നെ സമാഹരിച്ച് ഒരു പുസ്തകമാക്കി. മുസ്ലിമത്തായ പെണ്ണ് അവരുടെ ഭർത്താവ് പോകട്ടെ. ഹദീസിന്റെ വിഷയത്തിൽ അവസാന അന്തിമ തീരുമാനം അൽബാനിയുടെ വാക്കാണെന്ന് പറയുന്ന ഇവിടുത്തെ ആ അൽബാനി എന്ന് പറയുന്ന വിഷയത്തിൽ ജമാഅത്തിനും പെണ്ണുങ്ങൾ പോകാൻ പാടില്ലെന്ന് പറയുന്നു. അവിടെ എന്റെ അൽബാനികളെ കൈവിട്ടു. അപ്പൊ ഞാൻ പറയുന്നത് ഈ പെണ്ണുങ്ങളെ ജമാഅത്തിനെ കൊണ്ടുപോകുക എന്നത്, പള്ളികളിൽ പെണ്ണുങ്ങൾക്ക് പ്രത്യേക ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നത്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പള്ളിയിൽ ഇന്ന ഭാഗത്തേക്കൊന്നും കടന്നില്ല പാടില്ല എന്നൊരു നിലക്ക് അതൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാ. ആരാ ഇബ്നു ബാസ്? സൗദി അറേബ്യയിലെ മുഫ്തി. എന്നിട്ട് അവിടെ ഒരു പെണ്ണുങ്ങൾ പള്ളിയിൽ പോയില്ലേ? എന്തിനാ? അവരെന്താ പറഞ്ഞെന്നറിയോ? പെണ്ണുങ്ങള് വീട്ടിൽ നിന്ന് നിർവഹിക്കേണ്ട പല കാര്യങ്ങൾക്കും വീട് വിട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ തെണ്ടുകയാണ്. പള്ളിയിൽ പോണ പേരും പറഞ്ഞിട്ട് അത് പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. പള്ളിയിൽ നിങ്ങൾ പറയുന്ന ഹറാം എന്ന വാക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ടോ? പെണ്ണുങ്ങൾ ജുമാഅക്കും ജമാഅത്തിനും വരെ ഹറാമാണ്. കാരണം ആയത്തിറങ്ങിയിരിക്കുന്നു ഹിജാബിന്റെ ആയത്ത്. ഹിജാബിന്റെ ആയത്തിലൂടെ പെണ്ണുങ്ങളെ ജുമാ ജമാഅത്ത് ഹറാമാക്കിയിരിക്കുന്നു. അൽബാനിക്ക് വാദമുണ്ടോ? ഇബ്നു ബാസിന് വാദമുണ്ടോ? ഇല്ല. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് പെണ്ണുങ്ങൾക്ക് ദീന് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ജുമാ ഖുതുബ വളരെ ഉപകാരപ്പെടും. അത്തരം സ്ഥലങ്ങളിലോ പെണ്ണുങ്ങൾ ജുമാക്ക് വരുന്നത് ഏറ്റവും നല്ലതാണെന്ന് അവർ ഫത്വ കൊടുത്തിട്ടുണ്ട്. ഇത് നിഷേധിക്കാൻ കഴിയോ? നിങ്ങൾ ആകെ ഒരു ബുക്ക് കണ്ടിട്ട് പെണ്ണുങ്ങൾ പള്ളി എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പല ഫിത്തനകൾ ഉണ്ടാകുന്നുണ്ട് അറബ് രാജ്യത്തൊക്കെ. അപ്പൊ അത് പള്ളിയെ മറയാക്കിക്കൊണ്ട് പെണ്ണുങ്ങൾ വെനസാൻ അത് കാരണമാക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞതാ. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അവരാരും ഞങ്ങളൊന്നും പറയണ്ടല്ലോ പെണ്ണുങ്ങൾ ഇസ്ലാമിക വേഷം ധരിക്കാതെ പള്ളിയിൽ വരാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാ മര്യാദയും പാലിക്കണം. അത് പള്ളിക്ക് പോകുമ്പോൾ മാത്രമല്ല, ആശുപത്രിയിൽ പോകുമ്പോഴും അമ്മായിന്റെ കൂടെ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും എല്ലായിടത്തും സുന്നി പെണ്ണുങ്ങളുണ്ടല്ലോ. പറയുന്നേട്ടാത്തോളം സുന്നി പെണ്ണുങ്ങളെയൊക്കെ ചാക്കിലാക്കി അറ്റത്ത് വെച്ചിരിക്കുക. എവിടെ സുന്നി പെണ്ണുങ്ങളില്ലാത്ത? നേർച്ചയിലൊക്കെ മോരും മുതലും കറിയറ്റമായിട്ടില്ല ആണും പെണ്ണും.
എന്നൊരു കുഴപ്പമല്ല. ജാറത്തിങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണ്. മുട്ടർക്കൽ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കാം.